എല്ലാവർക്കും നമസ്കാരം. രത്നം വേൾഡിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, ഇത് ചക്ക ഉപ്പേരിയാണ്, ജാക്ക് ഫ്രൂട്ട്. ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാനിത് വന്നിരിക്കുന്നത്. അത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം. ഒക്കെ ഉണ്ടായിരുന്നു, ഞാനത് എടുത്ത് വെച്ചിരുന്നതാണ്. ഇത് നമ്മൾ എരിശ്ശേരി വെച്ചതിൻ്റെ ബാക്കി ചക്കയാണ്. ഇത് ഞാൻ ഇച്ചിരി കട്ടിയുള്ള ചക്കയാണിത്, തളന്നിരിക്കുന്നതല്ല, തണുങ്ങ് പോലിക്കുന്ന വെച്ചാൽ കട്ടിയുള്ളതാണ്ടേ. അപ്പോൾ ഇത് ഞാൻ ഇതേ രീതിയിൽ സ്ലൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാനൊരു ചക്ക ചിപ്സ്, അതായത് ചക്ക ഉപ്പേരി തയ്യാറാക്കാൻ പോവുകയാണ്. അത് നിങ്ങളെ കൊടുന്ന് ഞാനിങ്ങനെ ചക്ക ഉപ്പേരി തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കഴുകി എല്ലാം തോർത്തി ഞാൻ ഫാനിൻ്റെ മുമ്പിൽ വെച്ച് തോർത്തി ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഇതെങ്ങനെ വറക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വേണ്ട, ഞാൻ വെളിച്ചെണ്ണയാണ്, കേര ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. ഞാൻ വറവ് സാധനത്തിനെല്ലാം വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ, ഇപ്പോൾ 1 കിലോയുടെ ഒരു പാക്കറ്റായിരുന്നു, അത് ഞാനൊരു 3/4 ഭാഗത്തോളം, ഒരു 300 ഗ്രാമോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. 300 അല്ല, ഒരു 400 ഗ്രാമോളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ, നമ്മുടെ വീട്ടിലാവശ്യത്തിന് ഉപ്പേരിയൊക്കെ വറക്കുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിക്കണം. കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറേശ്ശെ ഇട്ട് വറുത്തെടുത്താൽ നമുക്ക് അധികം എണ്ണ നഷ്ടമാകത്തില്ല. നമുക്ക് ആ എണ്ണ തീരുന്നിടം വരെ നമ്മുടെ ഈ ചിപ്സ് നമുക്ക് വറുത്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒന്നാമത് നമ്മൾ ഒരു പ്രാവശ്യം തിളപ്പിച്ച എണ്ണ വീണ്ടും വീണ്ടും നമ്മൾ തിളപ്പിച്ച് ഉപയോഗിക്കാൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു വിഷം ഉണ്ടാവും ഒക്കെ ചെയ്യും. നമ്മൾ വീണ്ടും വീണ്ടും വെളിച്ചെണ്ണ തിളപ്പിച്ചാൽ, അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആ എണ്ണ പിന്നെ ഉപയോഗിക്കത്തില്ല. പിന്നെ ലാസ്റ്റ് ഒരു ശകലം എണ്ണ വരുവാണ്, നമുക്ക് പപ്പടം മൂപ്പിക്കുകയോ കടുവറക്കുകയൊക്കെ ചെയ്ത് നമ്മൾ ഒന്ന് തിളപ്പിച്ച് ഒന്നുകൂടെ തിളപ്പിക്കാം, പിന്നെ വീണ്ടും തിളപ്പിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ച് അതിനകത്ത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ചിടുക, അത് കോരിയെടുക്കുക. പിന്നെ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അധികം എണ്ണയാവത്തില്ല. ആ എണ്ണ തീരുന്നിടം വരെ നമ്മൾ വറക്കുന്ന ചിപ്സും തീരും. അപ്പോൾ നമ്മുടെ എണ്ണ ഒന്ന് ചൂടാവട്ടെ, അപ്പോഴത്തേന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഞാൻ അതിനൊരു ചെറിയ പീസ് ഇട്ട് കൊടുത്തത്, എണ്ണ ചൂടായി കയറി. അപ്പോൾ നമ്മൾ ഇതിനെന്തായാലും ഉപ്പ് ചേർക്കണമല്ലോ. ഉപ്പ് ചേർക്കുന്നതിനായിട്ട് നമ്മൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ എണ്ണയ്ക്കകത്ത് ഒരു പിഞ്ച് ചേർത്ത് കൊടുക്കാവുള്ളൂ. കുറച്ച് ഇട്ടാണല്ലോ വറക്കുന്നത്. അപ്പോൾ ആ കുറച്ച് ഇടുന്നത് 2 ട്രിപ്പായിട്ട് ഇടുമ്പോഴത്തേന് ആ ഉപ്പ് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ഉപ്പിടാവുള്ളൂ. എല്ലാം ഒത്തിരി ഇടരുത്. ഒരു പിഞ്ച്, നമ്മളിപ്പം കുറച്ച് ഒരു പിടി, 2 പിടി ഒക്കെ വറക്കുന്ന ആ സമയം വരെ അതിൻ്റെ ഉപ്പ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇടാവുള്ളൂ. അപ്പം നമ്മൾ അതിലോട്ട് കളർ വേണമെങ്കിൽ ഒരു ശകലം മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നമ്മുടെ എണ്ണയ്ക്കകത്തോട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഓരോ പിടി ഇട്ട് കൊടുക്കുക. നമ്മൾ കുറേ സമയം എടുക്കും അത് മൂത്ത് വരാൻ. അപ്പം കാരണം എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. നമ്മൾ കൂടുതൽ എണ്ണ ഉപയോഗിച്ചാണെങ്കിൽ നമുക്ക് കൂടുതലങ്ങ് ഇട്ടങ്ങ് വറുത്തെടുക്കാം. അപ്പോഴേ ചക്ക വറക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നുണ്ട്, ലൈക്കും ചെയ്യുന്നുണ്ട്, സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇനിയും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തുടർന്നും ഉണ്ടാവണം. അപ്പം നമുക്കിത് നോക്കട്ടെ, ഇതിവിടെ കിടന്ന് നോക്കട്ടെ. അപ്പം നമ്മുടെ ചിപ്സ് ഇവിടെ മൂത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മൂക്കുമ്പോൾ എന്തായാലും ഇച്ചിരി പാകപ്പഴക്കിടക്ക് വരുന്ന കളർ ഇതുണ്ടെങ്കിലും കിരിയിലാന്ന് കേട്ടിട്ടുണ്ട്. കളറും വ്യത്യാസം, ഒരു കറുപ്പ് പോലെ വരുന്നുണ്ട്. അത് കടകളിൽ നിന്നൊക്കെ മേടിച്ചാൽ നല്ല കളറാണ് അത്. അപ്പോൾ എന്തായാലും അവർ വറക്കുന്ന പോലെ എന്തായാലും നമുക്ക് എന്തായാലും വറുത്തെടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ ഇതിങ്ങനെ മൂത്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് ഇട്ടതൊന്ന് മൂത്തു. ഇത് ഞാനിങ്ങനെ കോരി എടുക്കുകയാണ്. കാരണം ഞാനിവിടെ ടിഷ്യൂ പേപ്പറിനകത്താണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം എണ്ണ അങ്ങ് ഓടി പിടിച്ചോളൂ. നമ്മൾ ഈ അരിപ്പയ്ക്കകത്തിട്ടാലേ അത് ചിലപ്പോൾ താഴ്ന്നു പോരത്തില്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ ഈ ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് പിന്നെ നമ്മൾ വേറെ പാത്രത്തിലോട്ടങ്ങ് മാറ്റും. അപ്പോൾ ഞാനിതെല്ലാം കോരി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു പിഞ്ച് ഉപ്പിട്ട് 2 ട്രിപ്പ് വറുത്തെടുത്തു. ഇനി നമുക്ക് ഒരു പിഞ്ചും കൂടെ വീണ്ടും ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം.
കാരണം ഇട്ട ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ 2 ട്രിപ്പ് വറുത്ത് അങ്ങ് പിടിച്ചെടുത്തല്ലോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വറക്കുന്ന രീതിയാണേ, നമുക്ക് ഒത്തിരി ഫുള്ള് ഉപ്പ് ചേർത്തോ അല്ലെങ്കിൽ ഫുൾ എണ്ണ ഒഴിച്ചോ ഒക്കെ വറക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാനിപ്പോൾ 5 തവണയായിട്ട് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ ലാഭിക്കാൻ വേണ്ടി അങ്ങനെ നമുക്കിത് ഇനി ഇത് ഒരു ട്രിപ്പ് കൂടി ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അടുത്ത ട്രിപ്പിന് വീണ്ടും ഉപ്പും മഞ്ഞളും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ നമുക്കെല്ലാം ഒന്ന് വറുത്തെടുക്കാം. മൂക്കത്തുള്ള അല്ലെങ്കിൽ ഇത് തണുത്ത പോലെ ഇരിക്കും. ഈ കളറാണ് നമ്മൾ വറുത്തെടുക്കുമ്പം. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, കരിയുന്നതല്ല ഇത്. അപ്പോൾ ഇത് നമുക്ക് ഇതേ രീതിയിൽ പൊടിയെടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പാണിത്. ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ എണ്ണ ഉപയോഗിച്ച് വറുത്തന്നേ ഉള്ളൂ. നമുക്ക് വേറെ നിങ്ങൾ ചെയ്യുമ്പം മൊത്തത്തിൽ എണ്ണ ഒഴിച്ച് 2 ട്രിപ്പായിട്ടൊക്കെ വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ എണ്ണ ലാഭിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഇടതറമില്ല ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഇത് ഒരു സൈഡ് ഭാഗം മൂത്ത് അതിൻ്റെ അടിക്ക് മേളിൽ കിടക്കുന്ന ഒന്നും മൂക്കത്തില്ല, അതിങ്ങനെ തളർന്നിരിക്കും. പിന്നെ നമ്മളെല്ലാം കൂടി ഒന്നിച്ചിടുമ്പം അത് മൂക്കാത്തത് കിടക്കുവാണെങ്കിൽ നമ്മളെല്ലാം അങ്ങ് തണുത്ത് പോകും. അപ്പോൾ നമ്മളിങ്ങനെ കൈ ഇളക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, കൈ മാറ്റാതെ. എങ്കിലേ ഇത് നല്ല രീതിയിൽ മൂത്ത് വരുത്തുള്ളൂ. അപ്പോൾ ഇത് ലാസ്റ്റിലത്തെയാണ് ഇതിന് മൂക്കട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചക്ക ചിപ്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതാണ്. ഇല്ല, നമ്മൾ വറുത്താൽ എന്തായാലും കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കൂട്ടാവത്തില്ല. എങ്കിലും നമുക്ക് നമ്മുടെ എണ്ണ ഉപയോഗിച്ച് നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് കഴിക്കാം. ഇപ്പോൾ അതേ ദിവസമൊന്നും 2 ദിവസം നാളെ മറ്റന്നാളോട്ട് ഇത് തീരും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം വറക്കുന്ന രീതി എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇനി അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.